അച്ഛാ എനിക്ക് എത്ര മക്കള്? 2 പേര്. ആരൊക്കെ? ഇവനും ലക്ഷ്മി. അല്ലേ? അപ്പൊ നീ ആര്? കൂട്ടുകാരൻ. പിന്നെ നീ എന്തിനാ 24 മണിക്കൂർ ഈ വീട്ടിൽ വന്നിരിക്കുന്നത്? സ്വന്തം വീട്ടിൽ പോയി ഇരിയടർക്ക. എന്തോ അച്ഛാ അങ്ങനൊക്കെ? നാട്ടുകാരൊക്കെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. നീ എനിക്കുണ്ടായതാന്ന് പണ്ട്. പുല്ല്. നിന്റെ തന്തയൊന്നും നോക്കൂലോ. ഇടിക്കും ഞാൻ ആക്കളവനാ. അടിച്ചോ, നിന്റെ തന്തയൊന്നുമല്ലല്ലോ. അതെ, എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം. ലച്ചോ, ഇവനൊരു ഗ്ലാസ് വെള്ളം വിടും. പച്ചവെള്ളല്ലേ? പുറത്തോട്ടെല്ലാം ഇറങ്ങിയാലോ? ഈ ഗ്ലാസ് ഒന്ന് കൊണ്ടുവച്ചിട്ട് ഒരു ഗ്ലാസ് കൂടി തരുമോ? ഗ്ലാസ് മാത്രം മതിയാ? അങ്ങനെ ചോദിച്ചാ വേറെന്ത് തരും? ഈ ഗ്ലാസ് മതിയാ? ഈ ഗ്ലാസ് നല്ല ഗ്ലാസ്സാ. വേണ്ട വെച്ചോ. നിനക്ക് ഗ്ലാസ് ഇല്ലേ? അച്ഛൻ മറന്നാ, ഞാൻ ഡിഗ്രി തോറ്റല്ലേ. സോറി, അച്ഛൻ ആ നേട്ടം മറന്നുപോയി നിന്റെ. നിനക്കിനെ ശരിക്കും ഇഷ്ടമാണോ? പിന്നല്ലാതെ. എന്നാ പിന്നെ ചേട്ടനോട് പറയാത്ത എന്ത്? എടി, എനിക്ക് അവനോട് പറയാനൊരു ചമ്മലും നാറിലും ഒക്കെ. ഓ, ഈ ചമ്മി നാറിയിരിക്കുന്ന മൊത്തം എന്തോ നാറാൻ. അല്ല, എന്ത് വിചാരിക്കുന്നു? നീ ഇങ്ങോട്ടൊന്ന് വന്നേ. മറ്റുള്ള കഥ കാര്യം പറയടാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കാശ് ഒഴിച്ച് നീ എന്തും ചോദിച്ചോ, ശരിയാക്കി തരും. ഞാനും ഒരു പെൺകുട്ടിയും തമ്മി ഇഷ്ടത്തിലാ. ഏടാ കള്ള, പറഞ്ഞില്ലല്ലേ? ആരാ? പക്ഷെ അവരെ വീട്ടുകാരടുത്ത് പോവാൻ പറയടാ. നിങ്ങൾ തമ്മിൽ സിൻസിയറാണോ? ആണ്. സംഭവം എന്നെ അവരുടെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടും. ഏടാ, നിന്നെ ആർക്കടാ ഇഷ്ടപ്പെടാത്തത്? നീ എന്റെ കൂട്ടുകാരനല്ലേ? നീ ആളൊരു ചെറ്റിയാണെങ്കിലും നീ ഒരു നല്ലവനാന്ന് എനിക്കറിഞ്ഞൂടെ? ആണല്ലേ? എന്നാ നിന്റെ പെങ്ങളെ എനിക്ക് കിട്ടിച്ചേരൂ. പിന്നെ എന്താ? ആരുടെ പെങ്ങള്? ഞാൻ ലക്ഷ്മി തമ്മി ഇഷ്ടത്തില്ല. അളിയാ എന്തോ? നീ എന്ത് ചെറ്റിയാന്ന് എനിക്കറിയാം. നീ എന്നല്ലേ പറഞ്ഞ ഞാൻ നല്ലവന് വന്നു. വിളിക്കില്ല, തൊട്ടിത്തരം എല്ലാം ഞാൻ നിർത്താണോ? നീ വേരിഫൈഡ് തൊട്ടിയാ നന്നാവൂല. ചേട്ടാ, ഓ, ഇവിടെ ഉണ്ടായിരുന്നാ? ഒറ്റ ജീവിതമല്ലേ ഉള്ളു ചേട്ടാ. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാടാ. നീ എന്തോ വാങ്ങാണ്ടിട്ട് നോക്കോ അവളെ. നിനക്ക് ജോലിയുണ്ടോ? അവന് ജോലിയില്ല. Still I love you. അവൻ ചൈനീ കുക്ക പാൻ മസാല എല്ലാം ഉപയോഗിക്കും. Still I love him. അവൻ രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് ഒരു ഫുള്ള് തീർക്കും. അത് കഴിവാ. Still I love him. അവൻ ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ വിടാത്ത പെണ്ണുങ്ങളില്ല. ചേട്ടനും അങ്ങനെയല്ലേ? അതാ പറഞ്ഞ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. Still I love him. നിനക്കൊരു പെങ്ങളുണ്ടെ നീ എനിക്ക് കെട്ടിച്ചേരൂ. വകയില പെങ്ങളായാലും മതി. ഒരിക്കലും ഇല്ല. അതിനും ഭേദം ഞാൻ വല്ല ചാണാക്കുഴി കൊണ്ട് തള്ളണേ. അപ്പൊ എന്റെ പെങ്ങളെ ഞാൻ ചാണകക്കുഴി തള്ളിയിടണോ? അല്ലടാ, അങ്ങനില്ല. മുത്തേ പറ still I love you ന്ന്. പോടാ തൊട്ടി. ഇനി ഇവിടെ നിന്നാ നിന്റെ ബാക്കി തൊട്ടിത്തരവിടെ ഞാൻ വിളവും. പോടാ. പക്ഷെ എന്ത് ചെയ്യാൻ സെറീന, സ്ത്രീകൾ എന്തോ എന്റെ വീക്ക്നെസ് ആയിപ്പോയി. ഹലോ, എവിടാ? ഞാൻ എന്താ ചിഞ്ചുമായിട്ടൊരു സിനിമ കണ്ടോണ്ടിരിക്കണ്. എടാ, അവിടെ നിന്ന് ഒരു 10 അടി മാറിയിരിക്കാവോ? സീനില്ലടാ, കാര്യം പറ. എടാ, അവള് ചപ്പടിച്ച് തിരിക്കുന്ന കേസ്, അങ്ങോട്ട് മാറിയിരി. അതാണോ? അതാ വരുന്നത്. ഒരു 10 മിനിറ്റ് പിന്നെ. എന്താ കാര്യം പറ. എടാ, നിനക്കൊരു സംഗീതം അറിയാവോ? ജയചന്ദ്രനെ രാമചന്ദ്രനാ? ഇനിഷ്യൽ ഒന്നും ഞാൻ നോക്കിയില്ല. എന്തായാലും ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. എന്ത്? എടാ, നീയും അവളുമായിട്ടുള്ള അശ്ലീല ചിത്രങ്ങളും സന്ദേശങ്ങളും. എടാ, ചുമ്മാ കളിക്കല്ലേ. എടാ, അമ്മ സത്യമായിട്ട് ഏതോ ടെലിഗ്രാമിലെ ഗ്രൂപ്പിൽ കണ്ടാണ്. എടാ, ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് എടുത്ത് ചാടട്ടെ? എന്റെ കൈയും കാലും പറക്കണ്. എടാ, നീ താഴോട്ട് ചാണ്ട, ലിഫ്റ്റ് കയറി താഴോട്ടോ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. എടാ, പിന്നെ ചിഞ്ചുവിന്റെ അടുത്തൊന്നും പറയണ്ടട്ടാ. ഇല്ലടാ, ഇപ്പൊ ഞാൻ പറയുന്നത് തുണ്ടിറങ്ങിയെന്ന്. അവിടെ നിന്ന് ഞാൻ വരുന്നു. എവിടെ? വേണ്ട, എന്നെ കാണിക്കില്ലേ? കാണണ്ടത്. എന്നെ കാണിക്കില്ലേ? നീ കാണണ്ട. ഞാനത് കണ്ടോട്ടടാ. രാത്രി വരെ കഴപ്പ് കാണിച്ചിട്ട് കാണണമെന്നാടാ സിനിമ. കാണിക്കടാ. എന്നാ കാണടാ നിന്റെ അഴിഞ്ഞാട്ടം. എന്താടാ ഇത്? ഞാനാണോടാ? എത്ര അഭിനയിച്ചാലും നീ എന്നാടാ? ചെയ്തപ്പോ അറിഞ്ഞില്ലടാ. ചെയ്തപ്പോ നല്ല രസമായിരുന്നു. എവിടെടാ വീഡിയോടെ? നീ ഒരു കൂട്ടുകാരനാണോടാ? സണ്ണിയിലോട്ട് ഇറങ്ങിയപ്പോ പോലും കാണാൻ ഞാൻ ഇത്ര ആഗ്രഹിച്ചിട്ടില്ല. എന്നാ പെർഫോമൻസ് ആടാ. ഈ പെണ്ണാണോ? എന്നാ നീ പേടിക്കണ്ട, എന്റെ അവിടെ ഇറങ്ങും.
ഇവളെ നിനക്കും അറിയോ? എടാ ഇത് സ്പാമാടാ. സ്പാ അല്ലടാ. സ്പാ അല്ലടാ സ്പാം കാമക്കണ്ണ. നീ എന്തിനാ ആരൊക്കെയും മേപ്പോട്ട് കാണിക്കാൻ പോയത്? നിങ്ങൾക്ക് അപ്പോഴത്തെ എന്റെ മാനസികാവസ്ഥ മനസ്സിലാവൂടാ പട്ടികളെ. എന്ത് മാനസികാവസ്ഥ? നല്ല മൂടായിരുന്നു. പിന്നല്ലാതെ അവന്റെ കാണിപ്പിന് ആ ഫോണിന്റെ സ്ക്രീൻ കാർഡ് പൊട്ടി അവൻ പുറത്തു. അയ്യോ ഞാൻ ആത്മഹത്യ ചെയ്യട്ടെ. വേണ്ട, ഈ വീഡിയോ ഇറങ്ങുമ്പോ നിന്റെ ഭാര്യ അടിച്ചു പോകുന്നു. ഇങ്ങനെ വരാതിരിക്കാൻ ഞാൻ എന്തോ ചെയ്യണോടാ? ചരട് കെട്ടിയിടണം നിന്റെ സുട്ടുമണിയിൽ. അതല്ലടാ, പിന്നെ ഈ വീഡിയോ പുറത്തിറങ്ങാതിരിക്കാൻ ഞാൻ എന്തോ ചെയ്യണം? ഇമ്മാതിരി തൊട്ടിത്തരങ്ങളെല്ലാം ഏക്കുന്ന ഒരാളുണ്ട്. ആരാ? ഹായ്, എന്റെ പേര് അമൽ. വളരെ കോൺഫിഡൻസോടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എന്റെ ചില അശ്ലീല ഇച്ചിച്ച് വീഡിയോസ് ചില ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ കറങ്ങി നടക്കുന്നതായി എനിക്ക് ഇൻഫർമേഷൻ കിട്ടി. അതെല്ലാം ആണ്. ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ എന്റെ ഭാര്യയും തകർക്കാനാകില്ല. അതെ സുഹൃത്തുക്കളെ, ഇപ്പൊ ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. അതെ അതെ, ചിലപ്പോ എന്റെ വീഡിയോ കോളും ഇറങ്ങിയത് വരാം. വരും വരും വരും, അതും വരും. പക്ഷെ അതും അതെ, അതെ, ഇവന്റെയും വരും. ആണ്. കട്ട്. നോക്കിക്കൊണ്ടിരിക്കാൻ എന്തേലും പറ. നാടന നല്ല ഉറക്കവും വരുന്നുണ്ട്. ആർക്ക്? കുത്ത കുത്തോളം എടുത്തിരിക്കുക. രക്ഷപ്പെടാനുള്ള വഴി എന്തിനോട്ടെ പറ. ഞാൻ ഒരു ഐഡിയ പറയാം. നിക്ക് അത് ചെവി പറ കേക്കട്ടെ. വേണ്ട വേണ്ട പറ. വേണ്ട. നല്ല വല്ല ഐഡിയ ആണെങ്കിലോ. പൊളം കൃഷി. എന്ത് പൊളവൻ കുറച്ച് ലാഭം കിട്ടുന്ന പരിപാടി കണ്ട് പറഞ്ഞു തന്നെ. പൊളവനെ വെച്ച് എന്ത് പൊളത്താനാണ് നിന്റെ പ്ലാൻ? ചോദിക്കല്ലേ. ഓ, എന്റെ ഐഡിയ പുച്ഛം. നീയൊക്കെ നിന്റെ ഒരു നൻപനുമായിട്ട് തുടങ്ങിയ പെറ്റ് ഷോപ്പ് എന്തായി? പെറ്റ് ഷോപ്പിന് എന്താണ് ഒരു കുഴപ്പം? മനുഷ്യരെക്കാൾ സ്നേഹമുള്ള മിണ്ടാപ്രാണികളെ വിറ്റ് ജീവിക്കുന്നു. ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അപ്പൊ എന്റെ പൊളവൻ എന്താണ്? ബ്രിട്ടീഷ് ആക്സന്റ് സംസാരിക്കുന്ന ജീവിയാ? നിന്റെ കുടുംബത്താരേലും പൊളം കടിച്ച് മരിച്ച പൊളവൻ നേക്കുമ്പോ ഇത്ര വികാരം എന്താ? ഞാൻ ആ ജിറാഫിന്റെ കാര്യം ഒന്ന് മറന്നു വരുവാ. മറന്നു തീർന്നതിന് മുമ്പ് വന്നറാ. ആ പന്നിയെടുത്ത് എന്റെ മുമ്പിൽ വരല്ലെന്ന് പറ. വന്നാ അടിക്കും ഞാൻ അവനെ. നിങ്ങൾക്ക് എന്നെ തല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ തല്ലരുത്. അവനൊന്നും ചെയ്യരുതേ, അവനൊന്നും ചെയ്യരുത്, ആരൊന്നും ചെയ്യരുതേ. അവൻ എന്നെ തല്ലാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നും പറഞ്ഞ് അടിക്കാനല്ല പറഞ്ഞേ. ജിറാഫിന്റെ മുട്ട തരാന്ന് പറഞ്ഞ എന്റെ വാങ്ങി 5 ലക്ഷം രൂപ വിടാ. 5 ലക്ഷം രൂപ ഞാൻ ജാഫർ ബായുടെ കൊടുത്തതാ ജിറാഫിന്റെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ ഞാൻ അറിഞ്ഞത് ജിറാഫ് മുട്ട ഇടൂലെന്ന്. പിന്നെ നീ എന്തിനാ കോഴിമുട്ട നിൽക്കുന്നത്? അതിന്റെ മണ്ടയിലത്തെ കോഴിക്കാട്ടം കണ്ടപ്പോഴേ ഞാൻ അവനോട് ചോദിച്ചേ. അപ്പൊ അവൻ പറയാം ആർക്കും സംശയം വരാതിരിക്കാൻ വേണ്ടി കോഴിക്കുട്ടി വെച്ചിരുന്നേന്ന്. ചോദിക്കാൻ മറന്ന്, ആ കോഴി എവിടെ? ഞാൻ കൊന്നു. ആ കോഴി അവൻ കൊന്ന്. ഞങ്ങൾ പറഞ്ഞു അത് കോഴിയാന്ന്. യവ അത് വലിച്ചാ ജറാഫാവെന്ന് പറഞ്ഞ എന്റെ കഴുത്ത് വലിച്ചു അതിനെ കൊന്ന്. എനിക്കിപ്പോ കോഴിക്കറി കൂട്ടാൻ പറ്റുന്നില്ല, റോമയാണ്. അതുകൊണ്ട് പാൽഫോഷവായൊക്കെ കഴിക്കുന്നത്. അത് പോട്ടേ സാരമില്ല. ഒരു സുഹൃത്ത് ബന്ധത്തിന്റെ അടിത്തറയിലാണോ നീ മുട്ട പുഴുങ്ങിയത്? നിങ്ങൾ എന്നെ പുഴിപ്പിക്കാതെ ഞാൻ പറയുന്ന കേക്ക്. എന്റെ ഒരു വമ്പൻ ഐഡിയ ഉണ്ട്. അടുത്ത അടിക്കുമ്പേ പറയടാ. നമ്മൾ കേരളത്തിലോട്ട് സെലിബ്രിറ്റീസിനെ ഇറക്കുന്നു. ആരെ? ആദ്യമായിട്ട് നമ്മൾ ഇറക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ക്രിസ്ത്യാനോ റൊണാൾഡോ. അത് പൊളിച്ച്. ഇതൊക്കെയാണ് ഐഡിയ. അല്ല, പുള്ളി എങ്ങനെ കൊണ്ടുവരും? എന്താ പ്രൊസീജിയർ? എന്റെ കൂടെ ചെന്നൈയിൽ കോളേജിൽ പഠിച്ച എന്റെ കൂട്ടുകാരൻ ഗണേഷ്, അവ ഇപ്പൊ സൗദിയിൽ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യണേ. അവ അടിക്കടി റൊണാൾഡോയെ കാണും തന്നെ. അപ്പൊ നമ്മളൊരു നിവേദനം എഴുതി ഗണേഷിന് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. അവ അത് റൊണാൾഡോയെ കാണിക്കും. അത് കണ്ട റൊണാൾഡോയ്ക്ക് എന്തായാലും ഇവിടെ വരാതിരിക്കാൻ പറ്റില്ല. അല്ല, നമ്മള് പുള്ളി എവിടെ കൊണ്ടുവരും? മേലേക്കാവിലെ പുത്തമ്പുര ഓഡിറ്റോറിയത്തിൽ. എടാ അവിടെ 500 സീറ്റ് ഉണ്ടോ? പുറത്ത് ടാറപ്പ് ഇട്ടിട്ട് 100 സീറ്റ് വേറെ ഇടും. ഒരു പാസിന് 2500 രൂപ. അത് ഇച്ചിരി കൂടുതലല്ലേ? എടാ ഡൊണാൾഡോക്കല്ല വരുന്ന, റൊണാൾഡോ ആണ്. റൊണാൾഡോ മിനിമം 15 ലക്ഷം രൂപയാണ് നമ്മൾ അക്കൗണ്ടിൽ കയറാൻ പോകുന്നത്. അല്ല, പുള്ളിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ട്രാവൽ എക്സ്പെൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. നീ ഞാൻ കൊടുത്തോളാം. പിന്നെ പുള്ളിക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് വരുന്ന എമൗണ്ടിൽ നിന്ന് കൊടുക്കാം. അത് പ്രത്യേക നിവേദനത്തിൽ മെൻഷൻ ചെയ്യണം അല്ലേ? അത് മാത്രം പോരാ, ബാക്കി പരിപാടികൾ പ്ലാൻ ചെയ്യണം. നമ്മൾ കടമക്കുടി തൊട്ട് ആലുവരെ ഒരു ബൈക്ക് റാലി പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് കിടക്കി സാരി. അദ്ദേഹത്തിന് നമുക്ക് എന്റെ ബൈക്ക് കിട്ടാം. പാഷനി പുള്ളി കയറിയത്. എന്റെ മാമക്ക് ഒരു ടെർഫ് ഉണ്ട്, അവിടെ കളിക്കാൻ വരുമോ പുള്ളി? വരുത്താം. ദിവ്യപിള്ളി മനു, യെസ്. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാമോ? എന്തിനാ? അല്ല, അങ്ങോട്ട് നിന്നോ, വിളിക്കാം. റൂൾസ് ഇല്ലേ ഇവിടെ? ഹൈറ്റ് വൈസ് എന്താ അസംബ്ലിയാ? ബാക്കി പോടാ. അപ്പൊ എല്ലാരും ആയില്ലേ? അപ്പൊ ഫസ്റ്റ് വിഷ്ണു. പരീക്ഷ റെസ്പെക്ട് വുമൺ. നോക്കണ്ട, ഗ്രീൻ ഫ്ലാഗ് കണ്ടില്ലേ? പച്ച ഷർട്ട്. ബമ്പിളിലെ ഫസ്റ്റ് ഡേറ്റ് ആണോ? അതെ, ബമ്പിളിന്ന് ഒരു ഹമ്പിൾ കുട്ടിയെ കിട്ടണമെന്നാണ് ആഗ്രഹം. അത് ഈ ഡിംബൽ ആയാലോ? ഓ, പിക്കപ്പ് ലൈൻ. നോട്ട് ഇംപ്രസ്ഡ്. ഇതുപോലെ ഹോസ്പിറ്റലിൽ പറഞ്ഞ് കാണിച്ചിട്ട് പോവായിരുന്നു. ചെറുപ്പക്കാരെ
ഈ വിറ്റാണോ നീ ആ യുവതി എടുത്ത് പോയി അടിക്കാൻ നിൽക്കുന്നേ? വേറെ ഉണ്ട് പറഞ്ഞുതരുമല്ലോ. വിഷ്ണു എന്താ ലവ് മാരേജ് ചൂസ് ചെയ്തേ? അറേഞ്ച് മാരേജ് ചെയ്ത് കഴിഞ്ഞാ ജനിക്കുന്ന മക്കള് ചോദിക്കില്ലേ അച്ഛൻ കഴിവില്ലാത്തൊരു മൊണ്ണയാണോന്ന്. അത് പറയാനാണ് ചാൻസ് കൂടുതൽ. പൊക്കോ. ജിമ്മിലൊക്കെ പോകും. അല്ല നിങ്ങൾ പൊക്കോ. നിങ്ങളെല്ലാരും പൊക്കോളാം. അതല്ല വിഷ്ണു അങ്ങോട്ട് പൊക്കോ. റിസൾട്ട് ഞാൻ വാട്സാപ്പ് ചെയ്യാം വൈകിട്ട്. റിസൾട്ടാ? ഇതെന്ത് ബ്ലഡ് ടെസ്റ്റാ? ബ്രോ ഇതിന്റെ റിവ്യൂ ഉണ്ട്. ടഫാണ് കുറച്ച്. കണ്ണാടി അടിച്ചാൽ പൊട്ടിക്കും. പോടാ കഴിവേറി. ഓക്കെ സെബാസ്റ്റ്യൻ. ഇനിയാണ് എന്റെ ഷോ. മേ ആ അല്ല മേ. ആ ശരി. കുറച്ച് ഗ്യാപ്പ്. പണ്ട് വീട്ടുകാരെയും കൂട്ടി ചായയും കടിയും കഴിച്ച് മഹത്തായി കാണുന്ന ഒരു ചടങ്ങായിരുന്നു ഈ പെണ്ണ് കാണൽ. ഇപ്പൊ ക്യൂ നിൽക്കേണ്ട അവസ്ഥയായി. ഇതുവരെ 27 ഡേറ്റിന് പോയിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ഡേറ്റ് ആദ്യമായിട്ടാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ സെബാസ്റ്റ്യൻ? ഒരു സെക്കൻഡ്, ഇപ്പൊ ഇംപ്രസ് ആക്കാം. എനിക്ക് ഇന്നത്തെ ഡേറ്റ് അറിയില്ല, നാളത്തെ ഡേറ്റും അറിയില്ല. പക്ഷേ ഒന്നറിയാം, നീയാണ് എന്റെ ഡേറ്റ്. ഇങ്ങനെ നിന്ന് നീ ഇങ്ങനെ അങ്ങ് പോയല്ലോ സെബാസ്റ്റ്യൻ. ഇനി അങ്ങനെ അങ്ങ് പൊക്കോ. അയ്യോ, നമുക്ക് ഞാൻ ഇറക്കിടാം. ഇത്രയും പേര് ഒന്ന് പോയേ. വെയിറ്റ് ചെയ്യാനല്ലേ? വെയിറ്റ് ചെയ്യാം, അവർക്ക് പോട്ടെ. വെയിറ്റ് ചെയ്യാനോ? ചെയ്യാന്നേ. അവന് സെറ്റായി. അവൻ എന്ത് പോവാത്ത? അതെ, രണ്ടുപേര് വെച്ച് വരാവോ? എനിക്ക് സമയമില്ല. ആക്ച്വലി ഐ എം എ വിർജിൻ. ഒന്ന് പോവോ താൻ? എനിക്ക് എന്തോ പോലെ തന്നെ കണ്ടിട്ട്. ഒന്ന് പോയേ. ചിലപ്പോ അത് സ്പെക്സ് വെച്ചതിന്റെ വേണ്ട വേണ്ട, വെച്ചോ വെച്ചോ വെച്ചോ. ആ വൃത്തിയുടെ അങ്ങ് പറയട്ടെ. അത് മാറാൻ വേണ്ടിട്ടാണ് ഞാനിത് വെച്ചത്. ഞാൻ ഫാമിലിപരമായിട്ട് വെൽ സെറ്റിൽഡ് ആണ്. വീട്ടിൽ 2 പോത്തിനെ വളർത്തുന്നുണ്ട്. ഒന്നിവനും ഒന്നിവന്റെ അച്ഛനും. പണ്ണി. ആക്ച്വലി എനിക്ക് പെൺകുട്ടികളോട് വലിയ താല്പര്യമില്ലായിരുന്നു. എടാ അത് വേറെ വകുപ്പാ, വേറെ ആപ്പ് ഉണ്ട്. ഉടനെ ഞാനും അതിൽ വരും. തീർത്തോട്ടാ. അപ്പോഴാണ് തന്നെ കാണുന്നത്. തന്നെ കണ്ടപ്പോഴേ വയറ്റിലൊരു ഗുളുഗുളു. ലൂസ് മോഷനാന്ന് തോന്നുന്നു. ഒന്ന് പോടോ. തന്റെ വയലിൽ വൃത്തിയായിട്ട് കോമഡി വരുത്തോളാം. സ്റ്റാൻഡേർഡ് കൂടി പോയാ മതി മതി, നിങ്ങൾ പൊക്കോ. ഞാൻ വൈകിട്ട് ഒരുമിച്ച് റിസൾട്ട് അയച്ചോളാം. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. വെറുത്ത് വെറുത്ത് വെറുപ്പിച്ച് ഞാൻ ഇഷ്ടമെന്ന് പറയിപ്പിക്കും. താൻ വരുന്നില്ലേ? സത്യത്തിൽ നിന്റെ പ്രശ്നം എന്തുവാ? എനിക്കൊരു പ്രശ്നവുമില്ല. നീ എന്റെ സിറ്റുവേഷനും കൂടെ മനസ്സിലാക്കാത്ത എന്താ? കയ്യിൽ 5 കാശില്ല, അപ്പോഴാ കല്യാണം. എന്നിട്ട് നിന്റെ കെട്ടിയൊരുക്കത്തിനൊന്നും ഒരു കുറവുമില്ലല്ലേ? മോക്ക് ചങ്കടം കൂടിയുണ്ടായിരിക്കും ചുണ്ടത്തെ ലിപ്സ്റ്റിക്കും കൂടിയത്. എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ അങ്ങ് ഒരുങ്ങും. ഞാനങ്ങ് പതുങ്ങും. നീ എന്റെ അച്ഛനെ വിളിക്കണം. നിന്റെ അച്ഛനെ വിളിക്കണമായിരുന്നു, പണ്ടേ തെറ്റുപറ്റിപ്പോയി. Why are you blaming my father in this case? സബ്ടൈറ്റില് വേണ്ടാനും പറയുന്ന. നിനക്കിപ്പോ എന്നെ കെട്ടാൻ പറ്റുമല്ലയോ? എനിക്കിപ്പോ നിന്നെ കെട്ടാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. നിനക്ക് കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ നീ കാത്തിരിക്കുക. എന്റെ പിറകെ 100 പിള്ളേരുണ്ട്. നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം. ആരോടും പറയണ്ട. ആൾക്കാരൊക്കെ നോക്കുന്നു. ചുമ്മാ കിണി കരയുന്നല്ലോ. അതായിരിക്കും. അവള് കിണി കരയുന്നല്ലോ. അവനെ കണ്ടറിയണ തൊട്ടിയാന്ന്. കരയില്ല, ഞാൻ കെട്ടിക്കോളാം നിന്നെ. എന്തിനാടാ ഈ കൊച്ചു കരയണത്? അത് കുറച്ച് പേഴ്സണൽ ഇഷ്യൂ. എന്തോ പേഴ്സിന്റെ ഇഷ്യൂ ആണ്. കൊച്ചിന്റെ പേഴ്സ് തിരിച്ചോടാ. എന്റെ പൊന്നേട്ട, നമ്മൾ കുറച്ച് സ്വകാര്യ നിമിഷത്തില. കൊറേ നിമിഷം കൊണ്ട് കാണുന്നുണ്ട് നിന്റെ സ്വകാര്യം. അതിനകത്ത് എനിക്ക് ഇത്ര സൗകര്യക്കുറവുണ്ട്. സ്വകാര്യാണ് ആ കൊച്ചു കരയണ എന്തിനാടാ? ഞാൻ അവളെ ഒന്ന് നുള്ളി. ഞങ്ങളൊക്കെ ആരെന്നറിയാടാ നിനക്ക്? ഇല്ല, ഞാൻ സാംസൺ. നല്ല പേര്. ഇത് സോണി. ഇതാരെന്നറിയോ? LG ആയിരിക്കും. ആണോ? സജി. സാജി. നല്ല പേര്. വല്ല ഫോൺ കടയിലും പോയിരുന്നൂടെ? എന്തിനാ മോള് കിണുങ്ങുന്നേ? ഇവനെ കല്യാണം കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. ഹാൻസം. താങ്ക് യു. ഹാൻഡ്സ് കഴിഞ്ഞ് പിന്നെ നിന്നെ ഞാൻ കെട്ടിയാ മതിയോടി. സജി ഗ്യാപ്പിൽ അടിക്കല്ലേ, അവ അടിക്കും. അവന്റെ കൈ നോക്ക്, എന്റെ കാല് പോലെ ഇരിക്കും അവന്റെ കൈ. അണ്ണാ ഞാൻ കെട്ടത്തില്ലെന്നൊന്നും പറഞ്ഞില്ല അണ്ണാ. എനിക്ക് നല്ലൊരു സ്റ്റേജ് എത്തണ്ടേ? നമ്മുടെ പാൽക്കുളകര അമ്പലത്തിൽ ഉത്സവം വരുന്നുണ്ട്. നല്ല സ്റ്റേജാ കെട്ടുന്നത്. നമ്മളൊക്കെയാണ് അതിന്റെ ഒക്കെ ഒരു ഇല്ലടാ. പിന്നെ ഏതായിട്ടും കുച്ചിപ്പൊടി. നമ്മളെ ഇരിക്കുന്ന പൊടി. നമ്മുടെ ആ പൊടിയില്ല. ഇല്ല ഇല്ല. ഇവ എന്റെ അച്ഛനെ വിളിക്കുന്നില്ല. അച്ഛന്റെ പേരെന്താ? പ്രഭാകരൻ. പ്രഭാകരന്റെ കിണ്ടി. അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. വാളികൾക്ക് പേരുദോഷം ഉണ്ടാക്കാനായിട്ട്. മോളെ, ഇവൻ നിന്നെ കെട്ടും. ഇല്ലേ മോൾ സോണിയേന്നൊരു വിളി വിളിച്ചാൽ ഒന്ന് വിളിച്ചേ. സോണിയെ. അല്ല, നിങ്ങൾ ഈ സദാചാരത്തിന്റെ ഫോർമാറ്റ് ഒക്കെ മാറ്റിയോ? പണ്ടിങ്ങനെ അല്ലായിരുന്നു, കമ്പെടുത്ത് ഒട്ടിക്കായിരുന്നു. മാറ്റേണ്ടി വന്നു അല്ലേ? അതൊക്കെ ഒരു കാലം. 4 മാസം മുമ്പ് കഴക്കൂട്ടത്ത് കഴപ്പം കൊണ്ട് തന്നെ അമ്മ ആഴി തുടങ്ങി കിടന്നു. ആഴി എന്നൊക്കെ പറഞ്ഞോ. അപ്പൊ നിങ്ങൾ ഒന്നേക്ക് കൈപ്പേട്ടി
വാ അത് കിട്ടൂല. അപ്പൊ എന്തുണ്ടേലും സോണിയെ ആ സോണി സോണിയെ ഹലോ അച്ഛ ഒരു 5000 രൂപ വേണമായിരുന്നു. നമ്മുടെ സതീഷിന്റെ കാലൊടിഞ്ഞ്. കാല് തെറ്റിയപ്പം കൈ കുത്തിയതാ. നല്ല ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. നല്ല ഹോസ്പിറ്റലില്ല. കമ്പിയിടണം കാലിന്റെ ഇടയിൽ. കാലില് ഞാൻ ഇപ്പൊ ഡോക്ടറിന്റെ കൊടുക്കാം. ഹലോ, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കമ്പി ഇടേണ്ടി വരും കാലില്. ആ TMD തന്നെ ഇടാം. എന്ത് പൊട്ടനാടാ. എന്റെ അച്ഛനല്ലേ. 2 കാലം അടിച്ചായിരുന്നു 10,000 കിട്ടിയേനെ. എന്നിട്ട് അവന്റെ തന്തയെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. സുരിക്കട്ടാ, ഈ മാസം ഇവന്റെ തന്ത ഉണ്ടാക്കി, അടുത്ത മാസം നിന്റെ തന്ത. ഓടാൻ തയ്യില്ലാത്തവനെ. ബൈ. ഭയങ്കര ചൂടല്ലേ? എന്നാ ഫാൻ ഇട്. തമാശ ഒന്ന് ഇക്കിള് കിട്ടിയായിരുന്നു ചിരിക്കായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതുപോലുള്ള തമാശയാണെങ്കി വേണ്ടടേ. സീരിയസാ. പറയ്. പാർവതി ഇല്ലേ? ഓ, ടിൻഡർ പാർവതി. ആ അത് തന്നെ. നിങ്ങള് ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ് ആണ്, പക്ഷെ എനിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ടോന്നൊരു സംശയം. പക്ഷെ അവക്ക് ഇഷ്ടമുണ്ടോന്നും ഒരു സംശയം. സംശയം എന്തോന്ന്? ഡേറ്റിംഗ് ആപ്പ് വഴി ഒന്നേയല്ലേ, പ്രേമം തന്നെ. ആ ഡേറ്റിംഗ് ആപ്പ് ഒന്നും വെച്ച് അതൊരാപ്പല്ലേ? ആപ്പെന്നും പറഞ്ഞാൽ അവർക്ക് ടെമ്പററി കളിച്ചാ പോരെ. എന്തിനാ ഡേറ്റിംഗ് ആപ്പിൽ കുത്തിയിരിക്കുന്നു? അപ്പൊ ആപ്പിലാക്കല്ലേ? ആപ്പിലാക്കണം. പിന്നെ എന്തിനാ ഈ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടേക്കുന്നേ? പെണ്ണ് പിടിക്കാൻ. അല്ല, പെണ്ണിനെ കണ്ടുപിടിക്കാൻ. കണ്ടുവിട്ടുപോയി. ചില്ലറ വാക്കാ പന്നി നീ വിട്ടുപോയത്. സോറി. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. അല്ല, ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പോയാല. നിന്നെ അവൾ എന്താ വിളിക്കുന്നേ? അക്കൂസേന്ന്. കക്കൂസെന്നു. അക്കൂസ്. ആ ചീത്തപ്പേര് മാത്രമുള്ള നിന്നെ ചെല്ലപ്പേരിട്ട് വിളിക്കണമെങ്കിൽ ഇതത് തന്നെ ആണോ? ആണ്. നിങ്ങൾ എപ്പോഴും മെസ്സേജ് അയക്കാറില്ലേ? 26 മണിക്കൂറും. രാത്രി എന്തോ അവളെ അയക്കാറ്. പറയടാ. മടിക്കാതെ പറ. ഗുഡ് നൈറ്റ്. പക്ഷെ അതിനോട് ഒരു ലവ് ചിഹ്നവും ഉമ്മയുടെ ഇമോജിയും അയക്കാറുണ്ട്. ഉമ്മയാ? നമുക്കൊന്നും ആരും ഉമ്മ അയക്കുന്നില്ലല്ലോ ഒളിയാ. അതിന് ആദ്യം ആരെങ്കിലും മെസ്സേജ് അയക്കണം. അല്ല, ആ ഉമ്മയാണ്. പിന്നെ എന്റെ വാപ്പുമ്മായ വിളിയിടാവള. എനിക്കൊരു കാര്യം തുറന്നു കാണിക്കണം. അല്ല, എന്റെ മനസ്സ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാ. ഐ ലവ് യു. എടാ കട്ടിയല്ലേ ഇത്? പ്രാങ്ക് പറയടാ. പ്രാങ്ക്. ആ പ്രാങ്ക്. ഇല്ല, ഞാൻ നാളെ വിളിക്കാവേ. കട്ടി. പിന്നെ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ എന്തിന്? ഡേറ്റും ഒക്കെ ഉള്ളതാ. ഇവള് ഫേക്ക്. ഇല്ല, വിഷമിക്കണ്ട. നാളെ നീ അവളെ കാണുമ്പോ അവക്കാട പോലെ ബിഹേവ് ചെയ്യുന്നത്. അവക്കാടോയോ? ഓക്വേർഡ്. ആ മനസ്സിലായല്ലോ. ഈ ലെറ്റർ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നതൊക്കെ സ്ഥിരമല്ലേ? നമുക്ക് ഇപ്രാവശ്യം ഒരു വെറൈറ്റി പിടിക്കാം. ക്ലാസ് കഴിഞ്ഞ് അവൾ പോകുമ്പോൾ നീ അവളുടെ പുറകെ പോകണം. എന്നിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നിട്ട് നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് ഇതിങ്ങനെ തുറന്നു കാണിക്കും. ഐറ്റമണ്ടനെ കേട്ടപ്പോ തന്നെ ചാർജായി. ആവും നീ നെഞ്ചൊന്ന് തുറന്നാണിത്. അങ്ങനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുക്കാറില്ല. ഇത് എന്തുവാടെ ഇത്? തൊഴിലുറപ്പുകാരെ വെച്ച് ചെത്തിക്കേണ്ടി വരുമല്ലോ. അതിലത് കൂടിയന്റെ കൂടെ ഇതിനൊരു പേര് പറയും. കരടി. ഇംഗ്ലീഷിലൊരു പേര് പറയും. അതെന്തോന്നു? എന്തുവാടാ ഒരു സംസാർ? എടാ, ഈ രോമം കൂടുമ്പോ ഒരു പേര് പറയുമല്ലേ. പൂടരാജൻ. നിന്റെ തന്ത. ധൈര്യം ഉണ്ട്, ഒന്നുകൂടെ വിളിടാ. തന്തയ്ക്ക് വിളിയൊക്കെ ഇത്ര ഇഷ്ടം. നിന്റെ തന്ത. ഒരു തവണ കേട്ടാ പോരായിരുന്നു. അതെ, നാളെ അവൻ പൂജയെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എങ്ങനെ? നെഞ്ചത്ത് ഐ ലവ് യു എന്ന് എഴുതിയിട്ട് അവളെ മുമ്പിൽ പോയി തുറന്നു കാണും. എന്തിനാ അവളെ പേടിക്കാന്? ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പോയി പറടാ. ഓ, അതുകൊണ്ടാണ് നീ ആരുടെ മുഖത്ത് നോക്കി ഒന്നും പറയാത്തത്. ഐഡിയക്ക് എന്ത് കുഴപ്പം? ചാർജ് ആയില്ലേ? സ്വിച്ച് ഓഫ് ആയി. എടാ, ഈ ക്രിഞ്ചി പരിപാടി ഒന്നും പെമ്പിള്ളേർക്ക് ഇഷ്ടമല്ല. ഡയറക്റ്റ് ഡീൽ ചെയ്യണം. എന്നാ നാളെ നീയും വാ. ഞാനില്ല. നാളെ കുഞ്ഞമ്മയുടെ കൊച്ചിന് മുടി ഒഴിച്ചില്ല. അതിനിപ്പോ അത് ജനിച്ചല്ലേ ഉള്ളു. മറ്റേ ചടങ്ങില്ലേ? അത് മുടി കളച്ചില്ലേ? അതിന് പോണം. ഞാൻ വരാടാ, എനിക്ക് ഒഴിച്ചിലൊന്നുമില്ല. എന്താ കാണണോന്ന് പറഞ്ഞ? ഒരു ചൊരപ്പുമില്ലാതെ ഇൻസ്റ്റ തോണ്ടിക്കൊണ്ടിരിക്കാൻ നേരത്ത് ഒരു ഉണ്ടക്കണ്ണിയുടെ റീല് വന്നു. പിന്നെ ഉണ്ടക്കണ്ണിയോട് ഒരു ആരാധനയായി. പിന്നെ റീല് തുറന്നാൽ എപ്പോഴും ആ ഉണ്ടക്കണ്ണിയാണ് കാണുന്നത്. ഇല്ലേടാ. ഉണ്ട. കുട്ടി ഗൂഗിൾ മാപ്പ് ഇടാൻ നേരെ ഒരു കാര്യം ചോദിക്കാം. 18 വയസ്സ് കഴിഞ്ഞാണോ? എന്താ? കുട്ടി മനസ്സിൽ വിചാരിക്കാത്ത ഒരാൾ, പക്ഷേ കുട്ടിയെ മനസ്സിൽ വിചാരിക്കുന്ന ഒരാളുണ്ട്. അതാരാ? 1998 ജനനം. യെസ്. കലാ സാംസ്കാരിക കായികമായി ഒരു കഴിവില്ലാത്തൊരുത്തൻ. യെസ്.
ഇതുവരെ ഒരു പെണ്ണ് പോലും സെറ്റ് ആവാത്തൊരുത്തൻ. നിന്ന് അശ്വമേധം കളിക്കാതെ ഒന്ന് പറയോ? ഇത്രയും പറഞ്ഞിട്ട് കുട്ടിക്ക് മനസ്സിലായില്ല? ഇല്ല. അപ്പൊ കുട്ടി കളി തോറ്റ്. നീ തന്നെ പറഞ്ഞു. കുട്ടിയുടെ വീട്ടിൽ വന്ന് ഞാൻ ചായയും മിച്ചറും കഴിക്കുന്നത് എന്തെങ്കിലും വിരോധമുണ്ടോ? അതെന്ത് തന്റെ വീട്ടിൽ ചായ മിച്ചറിട്ട് തരത്തില്ലേ? ഐ ലവ് യു. എന്തൊരു കാര്യം. എന്തോ പറഞ്ഞ ഞാൻ കേട്ടില്ല. ആ ബെസ്റ്റ്. നാണിച്ചടുത്ത ജില്ലയിൽ പോയല്ലേ അവൻ. ഉത്തരം പറഞ്ഞോളൂ. എന്തോന്ന്? എന്റെ പൊന്നുകുട്ടി ഇവന് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് പറ. അയ്യോ സോറി ബ്രോ, എന്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല ബ്രോ. കുട്ടിക്കൊക്കെ സങ്കല്പത്തിനനുസരിച്ച് ആണുങ്ങളെ കിട്ടും. എന്റെയൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അയ്യോ ബ്രോയ്ക്ക് വിഷമം വരാൻ വേണ്ടി പറഞ്ഞതല്ല. സവാള അരിഞ്ഞിട്ട് കരയില്ലെന്ന് പറയല്ലേ കുട്ടി. കുട്ടിയുടെ സങ്കല്പം പറ, ഞങ്ങൾ ഇവനെ അതേപോലെ ആക്കിത്തരാം. പറ്റില്ല, അത് എന്റെ സങ്കല്പത്തിലുള്ള ആള് ഇതാ. ഇത് ബഷീറിന്റെ മോഡല്ലേ? ഈ താടിയും കൂടെ പഠിച്ചാൽ അങ്ങനെ ആവുമോ? ഇങ്ങനെ ഇരിക്കും. വേണ്ടല്ലേ. നിങ്ങൾ ഇതേപോലെ അല്ല. കല്യാണത്തിന് വിളിക്കണം. പിടിക്കാം. മണ്ഡപത്തിൽ ഞാൻ ഈ സങ്കല്പം കണ്ടില്ലെങ്കിൽ പിന്നെ അവിടെ എന്താ നടക്കുന്നതെന്ന് ആർക്കും സങ്കല്പിക്കാൻ പറ്റത്തില്ല. സങ്കല്പിച്ചു. ഞാൻ തടി മീശയും പഠിച്ചിടുന്നാലോ? വേണ്ട, കൊടംപോണേ എന്ന് പറയും.